ഹായ് കൂട്ടുകാരെ, എന്തൊക്കെയുണ്ട്? സുഖമല്ലേ? നമ്മൾ നേരത്തെ പറഞ്ഞ രാമചേട്ടന്റെയും കുട്ടിശങ്കരന്റെയും കഥ ഓർക്കുന്നുണ്ടോ? ആ കഥ എല്ലാരും കേട്ടല്ലോ അല്ലേ? ആ കഥയുടെ ബാക്കി എന്തായി എന്നറിയണ്ടേ? എന്നാൽ ഓടി വരൂ, ചേച്ചി ഇന്ന് അതിന്റെ ബാക്കി ഭാഗമാണ് പറയാൻ പോകുന്നത്. നമുക്ക് കഥ തുടങ്ങിയാലോ? നമ്മുടെ രാമചേട്ടനും കുട്ടിശങ്കരനും നല്ല കൂട്ടുകാരായിരുന്നത് ഓർക്കുന്നില്ലേ? ചേച്ചി കുട്ടികൾക്ക് ഓർക്കാൻ വേണ്ടി ആ കഥയൊന്ന് ഓടിച്ച് പറഞ്ഞു തരട്ടെ. എന്നും രാമുചേട്ടൻ ആനയ്ക്ക് മധുരമുള്ള പഴം കൊടുക്കുമായിരുന്നു. പക്ഷെ ഒരു ദിവസം തിരക്ക് കാരണം രാമുചേട്ടന് പഴം വാങ്ങാൻ പറ്റാത്തതും പകരം രാമുചേട്ടനെ ശല്യപ്പെടുത്തതിനാൽ കുട്ടിശങ്കരന്റെ തുമ്പിക്കൈയിൽ സൂചി കൊണ്ട് കുത്തിയതും കുട്ടിശങ്കരൻ ആകെ വേദനിച്ച് വിഷമമായി രാമുചേട്ടന്റെ കടയിൽ മുഴുവൻ ചെളിയെല്ലാം വിതറി വസ്ത്രങ്ങളെല്ലാം നശിപ്പിച്ച് പ്രതികാരം വീട്ടിയതും എല്ലാം ഓർക്കുന്നില്ലേ? ആ കഥയുടെ രണ്ടാം ഭാഗമാണ് ഇന്ന് പറയാൻ പോകുന്നത്. എന്തായി കാണും? പാവ രാമുചേട്ടനല്ലേ, തയ്യൽ കടയിലെ തുണികളെല്ലാം നശിച്ചു. കുട്ടിശങ്കരന് ദേഷ്യം വന്നപ്പോൾ അവൻ ചെളി വാരി വിതറിയിട്ട് പോയില്ലേ? നമുക്ക് ആ കഥ കേട്ടാലോ? ഇനി രാമുചേട്ടൻ എന്ത് സംഭവിച്ചു എന്ന് നമുക്ക് ബാക്കി ഭാഗം കേട്ടിട്ട് വരാം. ഇതെല്ലാം കഴിഞ്ഞ് കുട്ടിശങ്കരൻ അവിടെ നിന്നും പോയി. പക്ഷെ രാമുചേട്ടന്റെ കടയിൽ വലിയ പ്രശ്നങ്ങളായി. തുണികൾ തയ്ക്കാൻ കൊടുത്ത ആളുകൾ വന്ന് ബഹളം വെക്കാൻ തുടങ്ങി. ഞങ്ങളുടെ വസ്ത്രമെല്ലാം നശിച്ചല്ലോ, ഇനി ഇതിന് പകരം പുതിയ വസ്ത്രങ്ങൾ വാങ്ങിത്തരണം എന്ന് പറഞ്ഞ് അവർ ദേഷ്യപ്പെട്ടു. രാമുചേട്ടൻ എന്ത് ചെയ്യും? പാവ രാമുചേട്ടന്റെ കയ്യിൽ പുതിയ വസ്ത്രങ്ങൾ വാങ്ങാൻ പണമില്ലായിരുന്നു. അദ്ദേഹം കടയിലിരുന്ന് ഒരുപാട് സങ്കടപ്പെട്ടു. ഇതെല്ലാം ദൂരെ നിന്ന് കുട്ടിശങ്കരൻ കാണുന്നുണ്ടായിരുന്നു. അവന്റെ ഉള്ളിൽ വലിയ വിഷമം തോന്നി. എന്റെ ദേഷ്യം കാരണമാണല്ലോ പാവ രാമുചേട്ടൻ ഈ ഗതി വന്നത്. അവൻ ആലോചിച്ചു. താൻ ചെയ്തത് തെറ്റാണെന്ന് അവന് മനസ്സിലായി. രാമുചേട്ടനെ എങ്ങനെയെങ്കിലും സഹായിക്കണം. എന്താണൊരു വഴി? കുട്ടിശങ്കരൻ ആലോചിച്ച് നടന്നു. അവൻ കുളിക്കാൻ പോകുമ്പോഴും ഭക്ഷണം കഴിക്കുമ്പോഴും കിടക്കുമ്പോഴും എല്ലാം ആലോചിച്ചു. അങ്ങനെ ഉറങ്ങാൻ കിടന്നപ്പോൾ അവനൊരു ഉപായം കിട്ടി. എന്തായിരിക്കും ആ ഉപായം? കേട്ടാലോ? വരൂ. പിറ്റേന്ന് രാവിലെ കുട്ടിശങ്കരൻ ചന്തയിലേക്ക് പോയി. അവന്റെ കഴുത്തിൽ ഒരു വലിയ ഡ്രം സെറ്റ് ഉണ്ടായിരുന്നു. അവൻ അവിടെ പലതരം വിദ്യകൾ കാണിക്കാൻ തുടങ്ങി. ഒറ്റക്കാലിൽ നിന്നും തലകുത്തനെ നിന്നും കുട്ടികളെ പുറത്തിരുത്തി നടന്നു. ഇത് കണ്ട ആളുകൾക്ക് ഒരുപാട് സന്തോഷമായി. അവർ കുട്ടിശങ്കരന് ധാരാളം പണം സമ്മാനമായി നൽകി. പാപ്പാൻ അതെല്ലാം ശേഖരിച്ചു വെച്ചു. കുറച്ച് ദിവസങ്ങൾ കൊണ്ട് അവന് ഒരുപാട് പണം കിട്ടി. ആ പണവുമായി അവൻ നേരെ രാമുചേട്ടന്റെ കടയിലേക്കാണ് പോയത്. എന്നിട്ട് ആ പണം രാമുചേട്ടന്റെ നേരെ നീട്ടി. രാമുചേട്ടാ, ഇതുകൊണ്ട് എല്ലാവർക്കും പുതിയ തുണി വാങ്ങിക്കൊടുക്കൂ, എന്നോട് ക്ഷമിക്കണം എന്ന് ആനക്കണ്ണുകൾ പറയുന്നത് പോലെ തോന്നി. രാമുചേട്ടന്റെ കണ്ണുകൾ സന്തോഷം കൊണ്ട് നിറഞ്ഞു. അദ്ദേഹം കുട്ടിശങ്കരനെ ചേർത്ത് പിടിച്ചു. അന്ന് ദേഷ്യം വന്നപ്പോൾ ആനയെ കുത്തിയത് തെറ്റാണെന്ന് രാമുചേട്ടന് മനസ്സിലായി. അവർ പരസ്പരം ക്ഷമിച്ചു. രാമുചേട്ടൻ ആ പണം കൊണ്ട് പുതിയ തുണികൾ വാങ്ങി എല്ലാവർക്കും തയ്ച്ചു കൊടുത്തു. എല്ലാവർക്കും സന്തോഷമായി. രാമുചേട്ടനും കുട്ടിശങ്കരനും പഴയതുപോലെ വലിയ കൂട്ടുകാരായി. ഇതിൽ നിന്ന് എന്താണ് കൂട്ടുകാരെ നമ്മൾ പഠിക്കുന്നത്? നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ തെറ്റുകൾ പറ്റാം. പക്ഷെ ആ തെറ്റ് മനസ്സിലാക്കി അത് തിരുത്താൻ തയ്യാറാകുമ്പോഴാണ് നമ്മൾ ശരിക്കും മിടുക്കരാകുന്നത്. എങ്ങനെയുണ്ട് കഥ? എല്ലാവർക്കും ഇഷ്ടമായോ? എങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഇത് അയച്ചു കൊടുക്കണേ. അടുത്ത കഥയുമായി ചേച്ചി ഉടൻ തന്നെ വരുന്നതാണ്. ടാറ്റാ, ബൈ.